ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നിങ്ങളുടെ പരീക്ഷ ആസന്നമായി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നറിയാം. എന്നാലും ഒന്നുകൂടി ഇവയെല്ലാം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്തമാറ്റിക്സ് ആയാലും ടെക്സ്റ്റിലെ ഓരോ പാഠഭാഗവും നന്നായിട്ട് പഠിച്ച് എന്ന് ഉറപ്പ് വരുത്തുക. ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് സ്കാൻ ചെയ്യുക. പഠിക്കാത്ത ഭാഗത്തിലെല്ലാം ഒരു ഇൻറ്റു അടയാളം ഇട്ട് വെക്കുക. എന്നിട്ട് അത് ഓരോന്ന് പഠിച്ചു തീർക്കുമ്പോൾ ആ മുറയ്ക്ക് ആ ഇൻറ്റു അടയാളങ്ങളൊക്കെ അങ്ങ് മാച്ച് കളയും. അതൊരു 25-ാം തീയതി വരെ തുടരുക. 25-ാം തീയതിക്ക് ശേഷം നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കടന്നോട്ടെ, വേണ്ട, അതിനെക്കുറിച്ച് ടെൻഷനും വേണ്ട, അതങ്ങ് പോട്ടെ. അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ ഉണ്ടല്ലോ, രക്ഷപ്പെടാം. 26-ാം തീയതി തൊട്ട് നല്ല റിവിഷൻ വേണം. പഠിച്ചതെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ഓർമ്മ വരില്ല. 26-ാം തീയതി തൊട്ട് റിവിഷൻ മാത്രം. പഠിക്കാനിരിക്കുമ്പോൾ ഓരോ പാഠഭാഗവും ഒരു 8 പ്രാവശ്യമെങ്കിലും വായിക്കുക. ഓരോ 40 മിനിറ്റ് പഠിക്കുമ്പോഴും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 40 മിനിറ്റ് പഠനം, 5 മിനിറ്റ് ബ്രേക്ക്, 40 മിനിറ്റ് പഠനം, 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ കൊണ്ടുപോവുക. പിന്നെ ഏതെങ്കിലും പാഠഭാഗം ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് വായിക്കുക. കണ്ണടച്ചിരുന്ന് ആ സെൻറ്റൻസ് പറയുന്ന കാര്യം ഒരു വീഡിയോ പിക്ചറായിട്ട് കാണുക. ഉദാഹരണത്തിന്, ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ആർമേച്ചർ 0 ഡിഗ്രിയിൽ കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ആർമേച്ചർ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നതായിട്ടും ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകുന്നതായിട്ടും ആ വൈൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഈ ലൈനിനെ തൊടാതെ നിൽക്കുന്ന പിക്ചർ മനസ്സിൽ കാണുക. അപ്പോൾ കറണ്ട് ഇല്ല. 90 ഡിഗ്രി തിരിഞ്ഞപ്പോൾ ആ വൈൻഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൽ കൂടെ ഫ്ലക്സ് ലൈൻ കയറി ഇറങ്ങുന്ന രംഗം മനസ്സിൽ കാണുക. അപ്പോൾ കറണ്ട് മാക്സിമം ആണെന്ന് ഓർക്കുക. ഇങ്ങനെ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് മറക്കില്ല. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്താൽ അത് 8 വായനയുടെ ഗുണം ചെയ്യും. അപ്പോൾ പ്രയാസമുള്ള പാഠഭാഗങ്ങൾ അത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക, എളുപ്പമാണ്. പിന്നെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്തമാറ്റിക്സ് പോലെ തന്നെ ധാരാളം കണക്കുകളുണ്ട്. ടെക്സ്റ്റിലെ സോൾഡ് എക്സാമ്പിൾസ് എല്ലാം ആദ്യം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറേ പ്രോബ്ലംസ്, ചോദ്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് തന്നെ ചെയ്യുക. എല്ലാ കണക്കും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു തരും. പിന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളൊരു 6 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. ബാക്കി സമയമൊക്കെ പഠിക്കാൻ ഉപയോഗിച്ചോളൂ. ഇനി തൽക്കാലം പരീക്ഷ തീരുന്നവരെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ ഒന്നും പരീക്ഷ തീരുന്നവരെ വേണ്ട, സമയം കളയരുത്. പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബന്ധുക്കളുടെ വീട്ടിലെ കല്യാണമോ മറ്റു ചടങ്ങുകൾക്കോ പോലും പോകണ്ട, ഇരുന്ന് പഠിച്ചോളൂ. ബട്ട് ഓരോ 40 മിനിറ്റ് ഒരിക്കലും ഓരോ ബ്രേക്ക് എടുക്കാൻ മറക്കണ്ട. 5 മിനിറ്റ് മതി. മാർച്ച് മാസമായി കഴിഞ്ഞാൽ, അതായത് പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ തലേദിവസം 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇപ്പോൾ നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പരീക്ഷാ ദിവസങ്ങളിൽ തലേദിവസം രാത്രി 7.5 മണിക്കൂർ ഉറങ്ങണം. നല്ല ഉറക്കമുള്ള കുട്ടിക്ക് മെമ്മറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. എങ്കിലേ പഠിച്ചതെല്ലാം ഓർമ്മ വരുള്ളൂ, നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക. ചോയ്സ് ഉള്ള ചോദ്യങ്ങളാണെങ്കിൽ അതിൽ എഴുതേണ്ട 2 എണ്ണത്തിൽ ചോയ്സ് വന്നാൽ ഒന്ന് എഴുതുക, മറ്റൊന്ന് വിട്ടേക്കുക. അവസാനം സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയ ചോദ്യം അതിൻ്റെ ഉത്തരം കൂടെ എഴുതുക. അപ്പോൾ അതും വാല്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതിനാണോ കൂടുതൽ മാർക്ക് അത് നിലനിർത്തുക, മറ്റേത് വെട്ടിക്കളയുകയും ചെയ്യും. സമയമുണ്ടെങ്കിൽ പിന്നെ ചോദ്യം ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ച് ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ച് വിശകലനം ചെയ്ത് മാത്രം ഉത്തരം എഴുതുക. ചാടിക്കയറി ഉത്തരം എഴുതരുത്. ചാടിക്കയറി ഉത്തരം എഴുതിയാൽ തെറ്റിപ്പോവും. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ 2 ചോദ്യം ചോദിക്കാം, ഏതാ ശരിയെന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. ഇത്തവണ 7 + 6 ഈസ് 14, 7 + 6 ആർ 14. ഇതിൽ കുറച്ച് പേരെങ്കിലും ഈസ് ശരിയാണെന്നും കുറച്ച് പേർക്ക് ആർ ശരിയാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ആലോചിച്ചാൽ മനസ്സിലാവും രണ്ടും തെറ്റായിരുന്നു. കാരണം 7 + 6 14 അല്ല 13 ആണ്. ഇത് നല്ല ആലോചിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും രണ്ടും തെറ്റായിരുന്നു. പെട്ടെന്ന് ഉത്തരം എഴുതുന്ന കുട്ടി, ഏതെങ്കിലും ഒരു കുട്ടി, ചില കുട്ടികൾ ഈസി കയറി പിടിക്കും, ചില കുട്ടികൾ ആറ് കയറി പിടിക്കും. 20 സെക്കൻഡ് ആലോചിച്ച കുട്ടി രണ്ടും തെറ്റുന്നില്ല. ആ വ്യത്യാസം പരീക്ഷാ ഹാളിലുണ്ട്, ഉണ്ടാവണം. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചൊരു ഉത്തരം എഴുതും. കണക്കിനൊക്കെ കാൽക്കുലേഷനൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഉത്തരം എടുത്തെഴുതുമ്പോൾ 36 നീട്ടിയെങ്കിൽ എടുത്തെഴുതുമ്പോൾ 63 ആവരുത്. ആ ഡിജിറ്റൊക്കെ കൃത്യ ഓർഡർ തന്നെ എഴുതുന്ന ഉറപ്പ് വരുത്തുക. കാർട്ടീഷ്യൻസ് ആൻഡ് കൺവെൻഷൻ വെച്ച് ചെയ്യുന്ന കണക്കുകളിൽ ശരിയായ രീതിയിൽ സൈൻ പ്രയോഗിക്കുക. മിറർ ആയാലും ലെൻസ് ആയാലും ഡിസ്റ്റൻസ് ടു ഒബ്ജക്ട് യു ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പഠിച്ചു വെക്കേണ്ട, വിശകലനം ചെയ്യേണ്ട. ഇനി ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് മിററിലും ലെൻസിലും എല്ലാം എപ്പോഴും പോസിറ്റീവാണ്. ഹൈറ്റ് ഓഫ് ഇമേജ് ലെൻസ് ആയാലും മിറർ ആയാലും റിയൽ ഇമേജ് ഒക്കെ നെഗറ്റീവാണ്, വെർച്വൽ ഇമേജ് ഒക്കെ പോസിറ്റീവാണ്. പ്രശ്നം വരുന്ന വി ഡിസ്റ്റൻസ് ടു ഇമേജിലാണ്. അത് മിററിൽ റിയൽ ഇമേജിനെല്ലാം വി നെഗറ്റീവാണ്, വെർച്വൽ ഇമേജിനെല്ലാം വി പോസിറ്റീവാണ്. ലെൻസിന് നേരെ തിരിച്ചു. അതായത് മിററിൽ റിയൽ ഇമേജ് വി നെഗറ്റീവ് എങ്കിൽ ലെൻസിൽ അത് പോസിറ്റീവാണ്. വെർച്വൽ ഇമേജ് മിററിൽ വി പോസിറ്റീവാണ്, ലെൻസിൽ അത് നെഗറ്റീവാണ്. വി മാത്രം മിററിന്റെ ഓപ്പോസിറ്റ് ആണ് ലെൻസിൽ എന്നോർക്കും. അതുപോലെ ഫോക്കൽ ലെന്ത്, കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെന്ത് നെഗറ്റീവാണ്. ബട്ട് കോൺകേവ് ലെൻസിന്റെ അവിടെയോ അതും ഫോക്കൽ ലെന്ത് നെഗറ്റീവ് തന്നെയാണ്. കോൺവെക്സ് ലെൻസിന്റെ, ഇപ്പൊ കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെന്ത് പോസിറ്റീവാണ്, കോൺവെക്സ് ലെൻസിന്റേതും പോസിറ്റീവാണ്. അവിടെ ഒരുപോലെ തന്നെ വരും. അപ്പോൾ ആ വിയിൽ മാത്രം
നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരത്തിൽ പഠിക്കുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ഇക്വേഷൻസ് എല്ലാം പല പ്രാവശ്യം എഴുതി നോക്കുക. കാരണം ഇക്വേഷൻസ് എല്ലാം ഏകദേശം കണ്ട ഒരുപോലെ ഇരിക്കും. CHO ഇവരുടെ അയ്യര് കളിയാണ് ഇക്വേഷൻസിലെല്ലാം. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻസ് ഒക്കെ പല പ്രാവശ്യം എഴുതി പഠിക്കുക, ഇല്ലെങ്കിൽ മാറിപ്പോകും. ഓരോ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കുക, ഒരു ചാപ്റ്ററും ഒഴിവാക്കണ്ട. 10ാം ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ഒഴിവാക്കിയാലും A+ കിട്ടുമായിരുന്നു. 12ൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കുക, പഠിച്ചത് നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. പരീക്ഷ കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് കൂട്ടുകാരുമായിട്ടോ പഠിപ്പിച്ച അധ്യാപകരുമായിട്ടോ ട്യൂഷൻ മാസ്റ്ററുമായിട്ടോ അച്ഛനുമായിട്ടോ അമ്മയായിട്ടോ എഴുതിയ ഉത്തരങ്ങൾ ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്. എഴുതിയ ഉത്തരം തെറ്റാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് പോയി തിരുത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. പക്ഷെ ആ വിഷമം അടുത്ത ദിവസം പഠിത്തത്തെ ബാധിക്കും. അതുകൊണ്ട് ഒരു വിഷയം പരീക്ഷ കഴിഞ്ഞെങ്കിൽ അത് കഴിഞ്ഞു, ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നൂത്ത് പോലും നോക്കരുത്, മടക്കി അങ്ങ് മാറ്റി വെച്ച് തുടരുത്. അത് ആരുമായിട്ടും ഇനി ചർച്ച ചെയ്യണം. അതുപോലെ പരീക്ഷയുടെ രാവിലെയും കൂട്ടുകാരുമായിട്ട് ഉത്തരം ചർച്ച ചെയ്യുന്ന ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന അതേ ഉത്തരമായിരിക്കും കൂട്ടുകാരൻ പറയുന്നത്, പക്ഷെ പറയുന്ന സെന്റൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ഉത്തരം തെറ്റ് അത് ശരിയും തോന്നിപ്പോയാൽ ഇത് കളഞ്ഞിട്ട് അതിലെത്താൻ ശ്രമിക്കുമ്പോൾ രണ്ടും നടക്കില്ല. ചിലപ്പോൾ കയ്യിലുള്ള ഉത്തരം പോവുകയും ചെയ്യും, പോയി എത്തുകയും. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് കമ്പാരിസൺ വേണ്ട. പിന്നെ ടെൻഷൻ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ടെൻഷൻ വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ടെൻഷൻ ഇല്ലാതെ പരീക്ഷയ്ക്ക് ടെൻഷനൊക്കെ വേണം. പലരും നിങ്ങളെ ഉപദേശിക്കും ടെൻഷൻ വേണ്ട, ടെൻഷൻ കുറയ്ക്കും. ഞാൻ പറയുന്നത് ടെൻഷൻ കൂട്ടിക്കും. ടെൻഷനൊക്കെ വെച്ച് പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ ടെൻഷനൊക്കെ മാറുന്ന ഒരു സുഖകരമായൊരു നിമിഷം. ആ സുഖവും നിങ്ങൾ അറിയണ്ടേ. അതിന് ടെൻഷനൊക്കെ അവിടെ ഇരിക്കട്ടെ. ടെൻഷൻ വേണ്ടെന്ന് ഉപദേശിക്കാൻ എളുപ്പമാണ്. ഉപദേശിക്കുന്നവർക്ക് പരീക്ഷയായിട്ട് അവരുടെ ടെൻഷൻ നമുക്ക് കാണാം. ആ ടെൻഷനൊക്കെ വെച്ച് പരീക്ഷ എഴുതി വെളിയിറങ്ങുമ്പോൾ ആ ടെൻഷൻ ഫുള്ളങ്ങ് മാറുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര സുഖകരമായ നിമിഷമുണ്ട്. അത് അനുഭവിക്കാൻ വേണ്ടി ടെൻഷനൊക്കെ വെച്ചോളൂ, എഴുതിക്കോളൂ. അപ്പോൾ എല്ലാ ചാപ്റ്ററും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നെറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ പല പബ്ലിക്കേഷനും ബുക്കായിട്ട് വെക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആൻസർ എഴുതാൻ തുടങ്ങിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാം ഉത്തരം എഴുതി തീരുന്നവരെ അയച്ചു പോകരുത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റഡ് ആണ്. ഇപ്പോൾ ആ ഡിലീറ്റഡ് ഉത്തരങ്ങൾ എഴുതി സമയം കളയണ്ട. ഡിലീറ്റഡ് ആണോ അല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് എഴുതുക. അങ്ങനെ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഓരോ വിഷയത്തിനും നിങ്ങൾ പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ അവർ അലോട്ട് ചെയ്തിരിക്കുന്ന സമയം പോലും എടുക്കില്ല, നിങ്ങൾ എഴുതി തരാൻ. സമയം തികഞ്ഞില്ല എന്ന പരാതി ഒഴിവാകും. അതുകൊണ്ട് ഓരോ വിഷയവും ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ആൻസർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകും. അതോടെ സംഗതി വളരെ എളുപ്പമാകും. ഇത്തരത്തിൽ പഠിക്കും. 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങും. 9 കുഴപ്പമില്ല കേട്ടോ, 7 കുറയ്ക്കരുത്. നന്നായിട്ട് ഉറങ്ങും. പരീക്ഷകളിലിരുന്ന് ചോദ്യം വായിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്ത് നന്നായിട്ട് ആലോചിച്ച് മാത്രം ഉത്തരം എഴുതൂ. എഴുതിയ ഉത്തരം തെറ്റിപ്പോയെന്ന് തോന്നിയാൽ ഒന്നേന്നൊരു ഉത്തരം എഴുതുക. എഴുതിയിട്ട് പുതിയതായിട്ട് എഴുതിയ ഉത്തരവും ആദ്യം എഴുതിയ ഉത്തരവും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഏതാണോ നല്ലത് അത് നിലനിർത്തിയിട്ട് മറ്റേത് വെട്ടുക. എഴുതിയതിനെ വെട്ടിയിട്ട് പുതുതായിട്ട് എഴുതണ്ട. പുതുതായിട്ട് എഴുതി തീർന്ന രണ്ടും താരതമ്യം ചെയ്തിട്ട് ബെറ്റർ ആൻസർ നിർത്തി മറ്റേത് വെട്ട്, അത് മതി. അതുപോലെ ഏതെങ്കിലും ഒരു സെന്റൻസ് തെറ്റാണെങ്കിൽ ആ സെന്റൻസിൽ ഒരു വര വരച്ചാൽ മതി. അത് കടുമട്ട് വെട്ടി പേപ്പറിന്റെ അപ്പുറത്തെ ഭാഗം വായിക്കാനൊക്കാത്ത അവസ്ഥ വരരുത്. കണക്ക് എഴുതിയുമ്പോൾ പേപ്പർ ഒന്നിങ്ങനെ മടക്കി ആ മടക്കിൽ ഈക്കോട്ടൊക്കെ വരുന്ന രീതിയിൽ ഭംഗിയാക്കി എഴുതിയാൽ പേപ്പർ നോക്കുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൽ അത് എവിടെയെങ്കിലും റിഫ്ലക്ട് ചെയ്യും. നിർമ്മിച്ച് തോന്നും പോലെ തെക്ക് വടക്കാട്ട് ഈക്കോട്ടൊക്കെ ഇട്ട് പോയാൽ അത് പേപ്പർ വായിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരെ ബുദ്ധിമുട്ടിക്കരുത്. അത് നിങ്ങളെ തന്നെ നെഗറ്റീവായിട്ട് എവിടെയെങ്കിലും ബാധിച്ച് വയ്ക്കാം. അതുകൊണ്ട് ആൻസർ പേപ്പർ എഴുതുമ്പോൾ, അതുപോലെ കൈയക്ഷരം എഴുതുമ്പോൾ, ഓരോ സെന്റൻസ് എഴുതുമ്പോൾ ഓർമ്മിക്കുക, എൻ്റെ ആബ്സെൻസിൽ മറ്റൊരാൾ വായിക്കേണ്ട സെന്റൻസ് ആണിത്. ആ പേപ്പർ നോക്കുന്ന ആൾക്ക് വായിക്കാനൊത്തില്ലെങ്കിൽ എനിക്ക് മാർക്ക് പോകും. അതുകൊണ്ട് മറ്റൊരാൾക്ക് എൻ്റെ ആബ്സെൻസിൽ വായിക്കാൻ കഴിയണം എന്ന ഉത്തമ ബോധ്യത്തോടെ എഴുതുക. ഈ രീതിയിലൊക്കെ പഠിച്ചെഴുതൂ. നിങ്ങൾക്ക് ഉന്നത വിജയം കാത്തിരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.